അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് വിശദമായി പഠിക്കാം. ഈ ഭാഗത്തു നിന്നും ഒരു ചോദ്യം വരാൻ പോകുന്ന പരീക്ഷകളിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ നോക്കാം. 1932 സെപ്റ്റംബർ 26 പഞ്ചാബ് പ്രവിശ്യയിലെ ഗാഹിലാണ് അദ്ദേഹം ജനിക്കുന്നുള്ളത്. ഇന്നത് പാകിസ്ഥാനിലാണ്. പഞ്ചാബ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജിലെ സെന്റ് ജോൺസ് കോളേജ്, ഓക്സ്ഫോർഡിലെ നെഫീൽഡ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം. 1957 സാമ്പത്തിക ശാസ്ത്രത്തിൽ കേംബ്രിഡ്ജിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് ഓണേഴ്സ് ബിരുദം നേടി. 1962 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ PhDയും നേടി. 1966 മുതൽ 69 വരെ ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1991 മുതൽ രാജ്യസഭാംഗമാണ്. 91 മുതൽ 2019 വരെ അസാമിനെയും 2019 മുതൽ 2024 വരെ രാജസ്ഥാനെയും പ്രതിനിധീകരിച്ചു. 1998-2004 കാലയളവിൽ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. 2024 സെപ്റ്റംബർ 26 രാത്രി 9:51 ഡൽഹി എയിംസ് ആശുപത്രിയിൽ അന്തരിച്ചു. ഒരുപക്ഷെ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതിലെ പല പോയിന്റുകളും ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹം വഹിച്ച പ്രധാനപ്പെട്ട പദവികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയുടെ 14ാമത് പ്രധാനമന്ത്രിയായിരുന്നു 2004 മുതൽ 2014 വരെ. അദ്ദേഹത്തിനൊരു റെക്കോർഡ് കൂടിയുണ്ട്. നെഹ്റുവിന് ശേഷം ഭരണത്തിൽ 5 വർഷം പൂർത്തിയാക്കി തുടർ ഭരണം നേടിയ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. നെഹ്റുവിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ 22ാമത് ധനമന്ത്രിയായിരുന്നു 1991-96 കാലഘട്ടത്തിൽ. ഈ ഒരു സമയത്താണ് ഇന്ത്യ സോഷ്യലിസ്റ്റ് പാതയിൽ നിന്നും സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ കാലത്തേക്ക് ചുവടുമാറുന്നുള്ളത്. സ്വകാര്യവൽക്കരണത്തിന് ആക്കം കൂട്ടിയും വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിച്ചും ഘട്ടം ഘട്ടമായി രൂപയുടെ സ്വതന്ത്ര വിനിമയം അനുവദിച്ചിട്ടുമുള്ള വിപ്ലവകരമായ നയമാറ്റം നടത്തി ഈ ഒരു കാലഘട്ടത്തിലാണ്. നമുക്കറിയാം 1991 നയങ്ങൾ ഒക്കെ വരുന്നുള്ളത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. RBIയുടെ ഗവർണർ ആയിരുന്നു 1982-85 കാലഘട്ടത്തിൽ. 90-91 കാലത്തിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. 5ാമത് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതേപോലെ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാനായിട്ടും സൗത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറലുമായിട്ടൊക്കെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറും ആയിരുന്നു. ഇദ്ദേഹം മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളെയും നിയമനിർമ്മാണങ്ങളെയും കുറിച്ച് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1991 പുത്തൻ സാമ്പത്തിക നയമാണ്. അതിന്റെ ശില്പി എന്നാണ് മൻമോഹൻ സിംഗിനെ അറിയപ്പെടുന്നുള്ളത്. ഉദാരവൽക്കരണ നയങ്ങളിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യ-US ആണവ കരാർ അല്ലെങ്കിൽ 1-2-3 കരാർ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും പ്രസിഡന്റ് ജോർജ് W. ബുഷും ഒപ്പുവെച്ച US-ഇന്ത്യ സിവിൽ ആണവ കരാർ അഥവാ 1-2-3 കരാർ പൂർണ്ണ സിവിൽ ആണവ സഹകരണത്തിനുള്ള US പിന്തുണയ്ക്ക് പകരമായി ഇന്ത്യ അതിന്റെ സിവിൽ ആണവ സൗകര്യങ്ങളെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് സുരക്ഷയുടെ കീഴിലാക്കി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2005 കൊണ്ടുവന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 100 ദിവസത്തെ വേതന തൊഴിൽ ഉറപ്പ് നൽകുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുപരിപാടിയായ MGNREG കൊണ്ടുവന്നത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലാണ്. 2005 തന്നെ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നുണ്ട്. 2009 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസ നിയമം മൗലികാവകാശമാക്കി മാറ്റുന്നുണ്ട് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത്. അതേപോലെ തന്നെ ദ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പാരൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റിഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് 2012 പാർലമെന്റിൽ പാസാക്കുന്നുണ്ട്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പാർലമെന്റ് പാസാക്കുമ്പോൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാണ്. സ്ത്രീ സുരക്ഷയ്ക്കുള്ള നിയമനിർമ്മാണം നടപ്പിലാക്കിയിട്ടുണ്ട്. 2013 ഭക്ഷ്യ സുരക്ഷാ നിയമം വരുന്നുള്ളത്. ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട്
നടപ്പിലാക്കുന്നത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ്. 2012 സ്ട്രീറ്റ് വെൻഡേഴ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ലിവ്ലിഹുഡ് ആൻഡ് റെഗുലേഷൻ ഓഫ് സ്ട്രീറ്റ് വെൻഡിങ് ആക്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളാണ്. അദ്ദേഹത്തിന് ലഭിച്ച ചില പ്രധാനപ്പെട്ട അംഗീകാരങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. പത്മവിഭൂഷൺ ലഭിക്കുന്നത് 1987 മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യ മണി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മികച്ച ധനമന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വർഷങ്ങൾ നോക്കി വെക്കുക. ടൈം മാഗസിനിന്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദി വേൾഡ് പട്ടികയിൽ 2005 2010 അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട്. അഡം സ്മിത്ത് പ്രൈസ് 1957 ലഭിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജിൽ നിന്നും. ഔട്ട്സ്റ്റാൻഡിംഗ് പാർലമെന്ററി അവാർഡ് 2002 അദ്ദേഹത്തിന് ലഭിച്ചു. വേൾഡ് സ്റ്റേറ്റ്മാൻസ് അവാർഡ് 2010 ലഭിച്ചു. ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം.